ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ഡ്രസ് മെറ്റീരിയൽ വന്നിട്ട് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. ഒരു മെറൂണിലൊരു കുറച്ചൊരു വൈനും കൂടെ മിക്സ് ആയിട്ടുള്ള പോലത്തെ ഷെയ്ഡിൽ ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ യോക്കിൽ ഒരു ഹക്കോബ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ലേസ് ബോർഡർ കൊടുത്തിട്ട്. ഇതുപോലെയാണ് യോക്കിലെ വർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു ക്രീം ഷെയ്ഡിൽ ഹക്കോബ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയുള്ളൊരു പ്രിൻറ്റും ഒക്കെ സെൻറ്ററിൽ കൊടുത്തിട്ട്, പിന്നെ ചുറ്റും ലേസ് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ്, താഴത്തെ പോർഷനിലും ഒരു ലേസ് ബോർഡറൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കാണ്, ഒരു ക്രീം ഷെയ്ഡിൽ ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടാണ് എന്നുള്ളത്. എൻ പോർഷൻസിൽ ടോപ്പിൻ്റെ പോലെ പ്രിൻറ്റ് കൊടുത്തിട്ട് 235 ഒക്കെ ലെങ്ത്ത് വരുന്ന ദുപ്പട്ട ഇതുപോലെയാണ് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് വന്നിട്ട് ബ്ലാക്കാണ് ഷെയ്ഡ് വന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ചൊരു തിക്കായിട്ടുള്ള കോട്ടൺ, നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. യോക്കിൽ ഇതുപോലെ ഹക്കോബ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ലേസ് ബോർഡറൊക്കെ കൊടുത്തിട്ട്. ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കിൽ ഇതുപോലെ ബ്ലാക്ക് കളർ. അടുത്ത് വന്നിട്ട് ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വന്നിട്ടുണ്ട്. യോക്കിൽ ഇതുപോലെ ഹക്കോബ എംബ്രോയിഡറി വർക്ക് ലേസ് ബോർഡറൊക്കെ കൊടുത്തിട്ട്. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഫസ്റ്റ് കളർ ഗാർഡിൽ വാഷ് ചെയ്യുക. കോട്ടൺ മെറ്റീരിയലൊക്കെ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ ഫസ്റ്റ് വാഷ് കളർ ഗാർഡിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്യുക, ഫസ്റ്റ് വാഷിൽ മാത്രം. ദുപ്പട്ട ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സെമി സിൽക്കിൽ ഇതുപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതിന് കോട്ടൺ ഇതുപോലെ ജൂട്ട് കോട്ടണാണ്, ഒരു ഓഫ് ക്രീം ഷെയ്ഡിൽ. പ്രൈസ് വന്നിട്ട് 1195 ആണ്, 1195 ആണ്.